ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് അർജുൻ ആയങ്കിയുടെ റിമാൻഡ് റിപ്പോർട്ടറിന് ജാമ്യം നൽകിയാൽ ഇനിയും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന് പോലീസ്. ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്, പ്രതി തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ എങ്ങനെ വട്ടം ചുറ്റിച്ചതാണെന്ന് കണ്ടതാണ്, പോലീസിനെ പുറത്തിരുന്നു കൊണ്ട് എങ്ങനെയൊക്കെ വെല്ലുവിളിച്ചതാണെന്ന് കണ്ടതാണ്. ഇനി കയ്യിൽ കെട്ടി വിലങ്ങിട്ടു, റിമാൻഡ് ചെയ്തു. ഇനി പുറത്തു വരാത്ത രീതിയിൽ എത്രത്തോളം ഗുരുതരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം, ഗുരുതരമായിട്ട് വകുപ്പുകളടക്കം മുന്നോട്ട് പോകണമെന്നും പോലീസിന് അറിയാം. ഇതിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? ജാമ്യം നൽകിയാൽ ഇനിയും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നടക്കമുള്ള പോലീസ് പറയുന്നത്. സുധി, തീർച്ചയായിട്ടും ഇപ്പോൾ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്യുന്നതിന് പോലീസ് കോടതിയിൽ, അതായത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് റിപ്പോർട്ടറിന് ലഭ്യമായിട്ടുള്ളത്. അതിൽ പറയുന്നത് പ്രധാനമായും അർജുൻ ആയങ്കി നിരവധി ഗുരുതര സ്വഭാവമുള്ള കേസുകൾ ഉൾപ്പെട്ടതും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിയും അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകീർത്തികരമായ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതായ പ്രതി നിയമവ്യവസ്ഥയെ നിസ്സാരവൽക്കരിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം പോലീസ് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ജാമ്യം നൽകാതിരിക്കുന്നതിന് വേണ്ടി കാരണങ്ങളായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ ഒളിവിൽ വീണ്ടും തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒളിവിൽ പോകുന്നതിനുമൊക്കെ ഇനിയും സാധ്യതകളുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത്തരം ചില ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും പോലീസിനും അന്വേഷണ സംഘത്തിനുമൊക്കെ വന്നു ചേരും. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നിഷേധിക്കണം എന്നുള്ളതാണ് കോടതിയിൽ പോലീസ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് ഇത് ഒരു പ്രോത്സാഹനമായി മാറും. കാരണം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കേരളത്തിൻ്റെ ഒരു നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയെ കൂടിയാണ് അർജുൻ ആയങ്കി. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരമൊരു കേസിൽ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം, അത് തെറ്റായ സന്ദേശമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടും അർജുൻ ആയങ്കിക്ക് ഈ പറയുന്ന കരിപ്പൂർ, അതുപോലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിലുള്ള കേസുകളെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ പട്ടിക സഹിതമുള്ള ഒരു വിവരങ്ങൾ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, നിരവധി രാഷ്ട്രീയ സംഘർഷ കേസുകൾ എന്നിവയിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി എന്നുള്ള കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിനകത്ത് ഓരോ കേസുകളും വളരെ കൃത്യമായ രീതിയിൽ തന്നെ കരിപ്പൂർ മുതൽ വളവട്ടണം പോലീസ് സ്റ്റേഷൻ വരെയുള്ള വിവിധ സ്റ്റേഷനുകളിൽ അർജുൻ ആയങ്കിക്ക് നിലവിലുള്ള 20-ലധികം കേസുകളുടെ വിവരങ്ങൾ കൂടി, അതിൻ്റെ ക്രൈം നമ്പറുകളും മറ്റ് വിശദാംശങ്ങളും വകുപ്പുകളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി, നിയമ സംവിധാനങ്ങളെയും മറ്റും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞു വരവെ വീണ്ടും സമൂഹ മാധ്യമങ്ങൾ വഴി വെല്ലുവിളി പ്രസ്താവനകൾ നടത്തിവന്ന അർജുൻ ആയങ്കി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിവന്ന അന്വേഷണ മധ്യേ ഇന്ന് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ ഇൻസ്പെക്ടറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെയാണ് താളിക്കാവിനടുത്ത് വെച്ച് 2:30 കസ്റ്റഡിയിലെടുത്തിരുന്നത്. അതായത് അറസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ചില കേസുകളുമായി, പ്രത്യേകിച്ച് നമ്മുടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിനകത്ത് വരുത്തിയിട്ടുള്ള ചില വീഴ്ചകൾ കൊണ്ട് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന സംഭവം ഉൾപ്പെടെ വലിയ ചർച്ചയായതാണ്. ഇപ്പോൾ അത്തരത്തിൽ വളരെ ഒരു കുറ്റമറ്റ റിമാൻഡ് റിപ്പോർട്ടാണ്. മുൻപ് വരെ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളി ഉയർത്തുന്ന അർജുൻ ആയങ്കിയാണ് കണ്ടത്. ആ രീതിയിൽ നോക്കുമ്പോൾ ജാമ്യം നൽകിയാൽ ഇനിയും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടും, ഒപ്പം ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്, പ്രതി തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കാൻ പറയുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.